2023 മാസം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഞങ്ങൾ ചർച്ചിൽ നിന്നൊരു ടൂർ പോയി. വളരെ രസമായിരുന്നു, ഭംഗിയായിരുന്നു കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയില്ല, കുറച്ച് പേർക്ക് വന്നോളൂ. ചില അസൗകര്യങ്ങളൊക്കെ വന്നു, എല്ലാവർക്കും എത്താൻ പറ്റിയില്ല. ഇത് നമ്മുടെ റീന ചേച്ചിയുടെ അമ്മച്ചിയാണ് കേട്ടോ. മാതാപിതാക്കളുണ്ടായിരുന്നു. ഇത് എൻ്റെ അമ്മച്ചി. ഇത് നമ്മുടെ അന്വാൻറ്റി, മരിച്ചുപോയ അന്വാൻറ്റിയാണ്. പിന്നെ ഇത് ബനാഞ്ചൻ്റെ അമ്മച്ചി, നമ്മുടെ മറിയാമ്മച്ചിയാണ്. അങ്ങനെ മാതാപിതാക്കൾ കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ വളരെ സന്തോഷമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ചിൽ നിന്നൊക്കെ ടൂറൊക്കെ പോകണം, ഒരു ട്രിപ്പൊക്കെ എടുക്കണം. അപ്പോൾ പിള്ളേരും ഹാപ്പിയാവും. കാര്യം നമുക്ക് അന്നത്തെ ഒരു ദിവസം അങ്ങനെ പാഴായി പോകുന്ന പോലെയൊക്കെ തോന്നും, പക്ഷെ അത് ഭയങ്കര ഒരു എനർജിയുള്ള ദിവസമായിരിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കാനും. ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലിജോയും അമ്പിളിയും വർത്താനം പറയണതാണ്. ആ കണ്ണട വയ്ക്കണത് സൗമ്യ, എൻ്റെ ഭാര്യയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൾ കണ്ണടയൊക്കെ എടുത്ത് വെച്ച് ഒന്ന് സെറ്റാക്കി നിൽക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ മിന്നുവാണ്. അങ്ങനെ ഇത് റീന ചേച്ചിയുടെ അപ്പച്ചൻ. നമ്മുടെ ചർച്ചയിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ടൂർ പോയാലുണ്ട്. ഇത് ഞങ്ങളെ ബനാഞ്ചേട്ടൻ സംസാരിക്കുന്ന ബോട്ടിൻ്റെ ഓണറാണ്. അദ്ദേഹം എന്തോ അവിടുത്തെ ഏതോ കഥകളൊക്കെ പറയുന്നത്, എന്തോ അവിടെ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇദ്ദേഹമാണ് ബോട്ട് ഓടിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ പുള്ളിയുടെ മോനാന്ന് തോന്നുന്നു. ഒത്തിരി ഇതുപോലെ ബോട്ടുകളുണ്ട് കേട്ടോ, ഹൗസ് ബോട്ടുകളുണ്ട്. ഒത്തിരി ആളുകളുമുണ്ട്. ഒരു രസമാണ് കായലിലൂടെ. എനിക്ക് തോന്നുന്നത് രാവിലെ അവിടെ ചെന്ന് ഒരു 8-8:30 9 മണി ഉണ്ടായിരുന്നു ബോട്ടിൽ കയറിയിട്ട്. 4 മണിയാവുന്നവരെ കായലിനുള്ളിലൂടെ തന്നെയായിരുന്നു. കായലിൻ്റെ അറ്റത്ത് ചെല്ലും. അറ്റത്ത് ചെന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും വരുമ്പോഴത്തേക്കും വൈകുന്നേരം 4 മണിയാവും. പിന്നെ പോകുന്ന വഴി അവിടെ ഏതൊരു ബീച്ച് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഒന്ന് കയറി ഒന്ന് കുളിച്ചു. ഞാനും പിള്ളേരും കുളിച്ചു. പിള്ളേരെന്ന് വെച്ചാൽ എൻ്റെ മോനും.